എമ്പുരാൻ ചർച്ചാ വിഷയമായി തുടരുന്നു. സിനിമ എങ്ങനെയുണ്ട്? ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് എടുക്കുമോ? ഹേറ്റേഴ്സിന്റെ കമന്റ് എങ്ങോട്ട് പോകും? അതിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ചർച്ചകൾ പല രീതിയിൽ നടക്കും. അതിൻ്റെ ഒരു ചർച്ച മോഹൻലാൽ എന്ന നടനെ പറ്റിയാണ്. അതേക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നതും. മോഹൻലാൽ ഇങ്ങനെ ചെയ്യാമോ? ഇത്രയൊക്കെ ചെയ്താൽ മതിയോ? ഇങ്ങനെയൊക്കെ ചെയ്യാനേ ഉള്ളോ എന്നൊക്കെയാണ് ചർച്ച. കോട്ടിട്ട് വരുന്ന ലാലേട്ടന് അത്ര ഗുമ്മു പോരാ എന്നാണ് ചിലർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മോഹൻലാലിന് അത്ര സ്വാഗ് ഇല്ല എന്നും. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്നവരാണ് കേരളത്തിൽ കൂടുതലുള്ളത്. സിനിമ കാണുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂടുതൽ പേരും ആ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണ്. എന്തുകൊണ്ട്? ആരാധനയാണോ കാരണം? അത് രണ്ടാമത് വരുന്ന ഘടകമാണ്. ആദ്യം വരുന്നത് മോഹൻലാൽ എന്ന നടന് പകരം വെക്കാൻ പറ്റുന്ന ഒരു താരം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് ആരാധന ഉള്ളത് കൊണ്ടാണ്. ഡെഫിനറ്റ്ലി എനിക്ക് ആരാധനയുണ്ട്. പക്ഷെ പറയുന്നത് അതുകൊണ്ടല്ലെന്ന് മാത്രം. സ്വാഗ് പോരാ എന്ന് പറയുന്നവരോട് ഈ ലൂസിഫർ സിനിമയിലെ ഒരു പ്രധാന ഗൂസ് ബം സിറ്റുവേഷനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് വാട എന്ന് വിളിക്കുന്ന മോഹൻലാലിനെയാണ്. മോഹൻലാലിൻ്റെ മുഖത്ത് ക്ലോസപ്പ് വരുന്ന കുറച്ചൊരു ക്ലോസപ്പ് ഷോട്ടിൽ വാട എന്ന് വിളിക്കുന്ന മോഹൻലാലിനെ. അതിനേക്കാളും ഗൂസ് ബമ്പ് വരുന്ന രംഗം കാലുകൊണ്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എന്ന നടൻ. അത്ര സ്റ്റൈലൽ മുണ്ടും വേഷവും ത്രസിപ്പിക്കുന്ന സംഗീതമോ ക്യാമറയുടെ ഗിമ്മിക്കുകളോ പ്രൊഡക്ഷൻ എസ്തറ്റിക്സോ അത്ര അതിഗംഭീരമല്ലാത്തൊരു പശ്ചാത്തലത്തിലായിരുന്നു ആ രംഗം. സിനിമ ഭ്രമരം. റോഡ് വക്കത്തുള്ള ഒരു തട്ടുകടയിൽ മുണ്ടു മടക്കി കുത്തി മേശപ്പുറത്ത് കാല് വെച്ച് കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് വാട എന്ന് വിളിക്കുന്ന മോഹൻലാൽ. അത് വേറെ ആർക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക? ദശരഥം എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത് ആകാശത്തേക്ക് നിസ്സഹായതയും സങ്കടവും ഇനി എന്ത് എന്നറിയാത്ത അനിശ്ചിതാവസ്ഥയും കഴിഞ്ഞുപോയ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വേദനയുമായി നോക്കി നിൽക്കുന്ന മോഹൻലാലിൻ്റെ നോട്ടത്തിലാണ്. ഒരു നോട്ടത്തിൽ ഒരു സിനിമയ്ക്ക് അവസാനിക്കാൻ കഴിയുക വേറെ ഏത് നടനെ വെച്ചാണ്? നൃത്തം പഠിച്ചിട്ടില്ലാത്ത, അഭ്യസിച്ചിട്ടില്ലാത്ത, നർത്തകന്റെ ശരീരപ്രകൃതിയോ ശരീരഭാഷയോ ശരീര ഒതുക്കമോ ഇല്ലാതെ കമലതലത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ മോഹൻലാലിനെ പോലൊരു നടനെ വേറെ എവിടെയാണ് കാണുക? അഭിനയ മികവ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഉദാഹരണത്തിന് ദൃശ്യം. ആശാ ശരത്തും സിദ്ദിഖും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ മുന്നിൽ മനസ്സ് നിറയെ കുറ്റബോധവും എന്നാൽ ചെയ്തെന്നൊന്നും മാറ്റാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യവുമായി നിൽക്കുന്ന മോഹൻലാലിൻ്റെ ജോർജ് കുട്ടി. കൈകൂപ്പി നിൽക്കുന്ന മോഹൻലാലിൻ്റെ ഉള്ളിൽ, ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന എല്ലാ വികാര തള്ളിച്ചയും മോഹൻലാലിൻ്റെ ആ നിൽപ്പിലെ ശരീരഭാഷയിലുണ്ട്, കണ്ണിലുണ്ട്. കുറച്ച് വിറയ്ക്കുന്ന കൈകൂപ്പി നിൽക്കുന്ന കൈകൾക്കിടയിലെ കുറച്ച് വിറച്ചു നിൽക്കുന്ന വിരൽ തുമ്പുകൾക്കുണ്ട്. അത്രയും സൂക്ഷ്മമായിരുന്നു ആ രംഗത്തിലെ മോഹൻലാൽ. ഉലകനായകൻ തമിഴിൽ ആ റോൾ അവതരിപ്പിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? അതിലൊരു കമ്പാരിസൺ പോലും വേണ്ടി വരുമായിരുന്നോ നമുക്ക്? ഇനി സ്വാഗ്. അന്നും ഇന്നും നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മോഹൻലാൽ പറയുന്ന സ്റ്റൈലിൽ, മോഹൻലാൽ പറയുന്ന ഇമ്പാക്റ്റിൽ വേറെ ആർക്കാണ് പറയാൻ പറ്റിയിട്ടുണ്ടാവുക? അപ്പോൾ കോട്ടും സൂട്ടും ഇട്ട് വരുമ്പോൾ സ്വാഗ് ഇല്ല എന്ന് പറഞ്ഞു. കോട്ടും സൂട്ടും ഇട്ടാലും മുണ്ടും ഷർട്ടും ഇട്ടാലും ഒരാളുടെ സ്വാഗ് വരുന്നത് ഇടുന്ന വസ്ത്രത്തിലല്ല എന്നുള്ളൊരു സാമാന്യ ബോധത്തിലെങ്കിലും വേണമായിരുന്നു ആ വിമർശനം ഉന്നയിക്കാൻ. രാജാവിൻ്റെ മകനിൽ 2255 എന്ന നമ്പർ കലണ്ടറിൽ കുറിക്കുന്ന മോഹൻലാലിനെ നമ്മൾ ശ്രദ്ധിച്ചത് മോഹൻലാൽ അന്ന് ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സ്റ്റൈലിന് ഉടുപ്പിട്ട് നിന്ന് ഷർട്ട് ഇൻസൈഡിൽ നിന്ന ആളായിട്ടല്ല വിൻസെൻ്റ് ഗോമസിനെ കണ്ടത്. ആ പറച്ചിലിൽ വരുന്ന അഷുറൻസ് ആയിരുന്നു, ആ പറച്ചിലിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഗിവിങ് ആയിരുന്നു. അതാണ് സ്വാഗ്. അല്ലാണ്ട് ഇടുന്ന കോട്ടും സൂട്ടും അല്ല. എന്നാൽ പിന്നെ അർമാനയുടെ കോപ്പിട്ടിട്ട് നാട്ടിൽ നടന്മാർക്ക് കൂടെ നടന്നാൽ പോരെ സ്വാഗ് ഉണ്ടാക്കാൻ? സ്വാഗ് വരുന്നത് ആക്ഷനിൽ നിന്നാണ്, അതിൽ വരുന്ന ഇമോഷനിൽ നിന്നാണ്, അത് അവതരിപ്പിക്കുന്ന സ്റ്റൈലിൽ നിന്നാണ്. നമ്മൾ അതിൻ്റെ വേറൊരു ഉദാഹരണം, നമ്മൾ ജയിലർ സിനിമയിൽ എല്ലാവരും വന്നു പോയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ റീല് വന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീനും കന്നഡയിലെ നടൻ വാതിൽ തുറന്നു വരുന്ന സീനിൽ നിന്നിട്ട് കത്തി വെച്ചിരിക്കുന്ന സീനാണ്. അല്ലെങ്കിൽ കോട്ട് സൂട്ടിട്ടിട്ടായിരുന്നോ? കോട്ടും സൂട്ടും ഇട്ട് വന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം ലോറി മറിക്കുന്നതുകൊണ്ടാണോ നമ്മൾ കൈയടിച്ചത്? അത് ആ അടിക്കുന്ന കാണുമ്പോൾ ലോറി മറിഞ്ഞു പോകും നമുക്ക് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണോ? സ്വാഗ് ഇസ് ഡിഫറെൻറ്റ്. അത് കോട്ടിട്ട് നടക്കുന്ന ഒരു റോളിൽ നിന്ന് വരുന്നല്ല. വിമർശിക്കാം, മോഹൻലാൽ ഈ സിനിമ ചെയ്യണമായിരുന്നു, ആ സിനിമ ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കാം. ചോദിക്കുന്നില്ല, എന്തെങ്കിലും യുക്തി വേണം. ഇനി വീണ്ടും സിനിമാ കഥകളിലേക്ക് വന്ന സതയം. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന
മോഹൻലാലിൻ്റെ മുഖം, മോഹൻലാലിൻ്റെ സത്യൻ, കിരീടത്തിലെ സേതുമാധവൻ, ഇതിലെല്ലാം ഓരോ സിറ്റുവേഷനിലും വന്ന് അക്രമത്തിലേക്ക് മാറുന്ന നായകനാണ്. രണ്ടും ചെയ്തത് മോഹൻലാലാണ്. രണ്ട് കോണ്ടെക്സ്റ്റിലുള്ള രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആളുകളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സത്യനെ സേതുനാഥനിലോ സേതുവിൽ സത്യനെയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സൂക്ഷ്മാശംസകളിൽ ശ്രദ്ധിച്ച് അഭിനയിക്കുന്ന ആളാണ് മോഹൻലാൽ, നാച്ചുറൽ ആക്ടർ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ദൃശ്യത്തിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ കൈ വിറയ്ക്കുന്നത്. കാണാത്തവർ ഇനിയുണ്ടോയെന്ന് അറിയില്ല ദൃശ്യം, എന്നാൽ പോലും സസ്പെൻസ് ഉൾപ്പെടുത്താത്തതുകൊണ്ട് പറയാൻ പറ്റാത്ത മറ്റൊരു രംഗമുള്ള കണ്ണുകൾ കൊണ്ട് കാണിക്കുന്ന ചില പെർഫെക്റ്റ് ആക്കുന്ന ചില അഭിനയ മുഹൂർത്തങ്ങൾ മോഹൻലാലിൻ്റെതായിട്ടുണ്ട്. വാനപ്രസ്ഥം കഥകളി ചെയ്യുമ്പോൾ കലാമണ്ഡലം ഗോപിയാശാനെ അവതരിപ്പിച്ചൂടെ എന്ന് അവിടുത്തെ ക്യാമറമാൻ ചോദിച്ചതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ പോലും അതിലപ്പുറവും ഇപ്പുറവും വരുന്ന രംഗങ്ങളിൽ മോഹൻലാലിനെ കവച്ചു വയ്ക്കാൻ ആർക്കാണ് കഴിയുക? കിലുക്കത്തിൽ കുറച്ച് വികൃതിയും എന്നാൽ കുറച്ച് വികൃതിയുള്ള കഥാപാത്രത്തെ ജോജിയായിട്ട് മോഹൻലാലിനെ അവതരിപ്പിക്കും. മോഹൻലാൽ ജഗതി കോമ്പിൽ മോഹൻലാലിനല്ലാണ്ട് വേറൊരു നടനെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനിയും ഉണ്ട് സിനിമകൾ. തന്മാത്ര എല്ലാവരും പറയുന്ന രംഗമാണ്. മദ്യപിച്ച് ഉന്മത്തനായിട്ട് അഭിനയിക്കുക, മദ്യപിച്ച് അലമ്പുണ്ടാക്കുക, ഓർമ്മയില്ലാത്ത ആളായിട്ട് അഭിനയിക്കുക, മതിഭ്രമം വന്ന ആളായിട്ട് അഭിനയിക്കുക, ഏതാണെന്ന് അറിയാം. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും ഓവറായി ചളാക്കാൻ നമ്മൾ പറയില്ല, അത് പറ്റാവുന്ന രംഗങ്ങളാണ്. മദ്യപിച്ച് മറ്റേ നമ്പർ 20 മദ്രാസ് മേലിൽ കള്ളുടിച്ച് അലമ്പുണ്ടാക്കുന്ന മോഹൻലാൽ, തന്മാത്രയിൽ ഓർമ്മയില്ലാണ്ട് ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ. ഇതിലെവിടെയെങ്കിലും ഓവർബോർഡ് എന്നൊരു വാക്ക് മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറയാൻ മോഹൻലാലിനെ എത്ര ഇഷ്ടമല്ലെങ്കിൽ ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പറ്റും? സത്യസന്ധമായ ഉത്തരം പറയണം. പ്രയാസമാണ് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മാംശങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ആ നടൻ അഭിനയിക്കുന്നത്. അടുത്ത കാലത്ത് ശ്രദ്ധിച്ച കാര്യമാണ് 2020 എന്ന് പറയുന്ന സിനിമ. അതിൽ ഒരു കോർട്ട് റൂം സീൻ ഉണ്ട്. ഇന്റർവ്യൂവിന് മുമ്പ് മോഹൻലാലിന് വേണ്ടി മമ്മൂട്ടി വാദിക്കുന്ന രംഗം. ആ രംഗം ഒന്നുകൂടി നിങ്ങൾ കാണണം. അതിൽ ആ സീനിൽ പ്രധാനം വാദിച്ച് ജയിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലാണ്. ആ ഫ്രെയിമിൽ കുറച്ച് പുറകിലായി കൂട്ടിൽ നിൽക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രമുണ്ട്, വർമ്മ. ആ റോളിൽ മോഹൻലാലിന് ഒന്നും ചെയ്യാനില്ലാത്ത ആ രംഗത്ത് ആ കൂട്ടിൽ നിൽക്കുന്ന മോഹൻലാലിൻ്റെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൽ പോലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനും അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അഭിനയിക്കുന്നത്. ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്ത ദേവദൂതൻ, അതിൽ പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള പാട്ട് ഇനിയും ശ്രദ്ധിക്കണം. സ്റ്റേജിൽ നിന്ന് കയറിപ്പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തട്ടി പോകുന്നുണ്ട്. പാട്ടിൻ്റെ ഋതത്തിന് ചേർന്ന പോലെ ചെന്നിട്ടാണ് ചെയ്യുന്നത്. അത് ഒരു തിരക്കഥയിൽ എഴുതി വെച്ച രംഗമോ ഒരു സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന ക്യൂവോ അല്ല. ആ സിറ്റുവേഷൻ്റെ താളബോധമാണ് ആ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ തട്ടിപ്പോൾ ഇങ്ങനെ ചേർന്ന് ചെയ്യാൻ മോഹൻലാലിന് കഴിയുന്നത്. ഇരുവർ മൈ പേഴ്സണൽ ഫേവറേറ്റ്. അതിൽ മോഹൻലാലിന് അവാർഡ് കൊടുക്കാത്ത അന്നത്തെ ദേശീയ പുരസ്കാര സമിതിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അതിലെപ്പോഴും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ ആകർഷിക്കുന്ന രംഗം, ഒരു ഡയലോഗ് പറയാനുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞ് ആഹ്ലാദിച്ചു വരുന്ന മോഹൻലാൽ ഒരു ഭടൻ്റെ വേഷം കെട്ടി റോള് പറയാൻ നിൽക്കുന്നു. അയാൾ പിന്നിലേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ പിന്നിലേക്ക് മാറിപ്പോയി ഒന്നും പറയാനില്ല നിൽക്കുന്ന ഒരു വാരിക്കുന്നും പിടിച്ച് നിൽക്കുന്ന ഭടൻ്റെ വേഷം ചെയ്യുന്ന മോഹൻലാലിൻ്റെ മുഖം. അങ്ങനെ നിൽക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മറ്റൊരാളില്ല. അതിൽ തന്നെ മറ്റൊരു രംഗമുണ്ട്. പ്രകാശ് രാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം നാസറാണെന്ന് എൻ്റെ ഓർമ്മ. അവർ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം കൊണ്ടും സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും അതിങ്ങനെ ശ്രദ്ധിക്കുന്ന മോഹൻലാൽ ഇങ്ങോട്ടും നോക്കും. ഇതെല്ലാം ആ മുഖത്ത് വരും. അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്വാഗ്. അല്ലാണ്ട് കോട്ടിട്ട് നടക്കാൻ പറ്റില്ല മോഹൻലാലിനെ എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് അതിക്രമമാണ്. ഇനി അമൃതം ഗമയ റാഗിങ് നടത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇപ്പോഴും കാണിച്ചു കൊടുക്കേണ്ട സിനിമയാണ്. മെഡിക്കൽ കോളേജിലെ ആലമ്പൻ വിദ്യാർത്ഥിയായി തനി അലമ്പ് വേറൊരു വാക്കുകൾ ഉപയോഗിക്കാനില്ല നടക്കുന്നു. അതിനുശേഷം കുട്ടികളെ റാഗ് ചെയ്യുന്നു. അതിൽ തിരിച്ചറിവ് വന്ന കുറ്റബോധത്തിൽ നേറുന്ന മോഹൻലാൽ. ഈ രണ്ട് ക്യാരക്ടറിനെയും വേറെ ആരെയാണ് നിങ്ങൾക്കിപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും സിനിമ, എപ്പോൾ ആണെങ്കിലും കാണാവുന്ന സിനിമയുമാണ് അമൃതമയ. വേറെ ആരെയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുക? ഇനി വില്ലനാണോ? ഉയരങ്ങളിൽ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലൻ കൃത്യമായ മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുന്ന വില്ലനിലൂടെയാണല്ലോ മോഹൻലാലിനെ കേരളം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഒരു വില്ലനെ കേരളം ഇങ്ങനെ ആസ്വദിച്ച് കയ്യിലെടുത്ത് നടന്ന നായകനായി മാറിയത് കണ്ടിട്ടുണ്ടോ? അയാൾക്ക് ആ പണി അറിയുന്നുണ്ടാണ്. ഇനിയും ഉണ്ട് സിനിമകൾ. ദേവാസുരം ആരോടും പറയേണ്ട കാര്യമില്ല. ഓരോ സീനും നമുക്കറിയാം.
അതിൽ രേവതി തിളങ്ങുന്ന രംഗമാണ്, ചിലങ്ക വലിച്ചെറിഞ്ഞിട്ട് ഞാനവിടെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളത്. രേവതി അതിൽ തിളങ്ങുമ്പോൾ രേവതിക്ക് തിളങ്ങാൻ കഴിയുന്നതും ആ സീൻ ഗംഭീരമാകുന്നതും എന്നെ ഒരുത്തി തോൽപ്പിച്ച മുഖമാണല്ലോ, ഈ പറയുന്നത് ശരിയാണല്ലോ, ഇത് രണ്ടും ആലോചിച്ച് നിൽക്കുന്ന മോഹൻലാലിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ്. ചില രംഗങ്ങളിൽ ചിലർ തിളങ്ങുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അതിനനുസരിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. മണിച്ചിത്രത്താഴിലെ തമാശ രംഗം, ഈ പറഞ്ഞ വില്ലൻ വേഷം, കരിയിലെ കാറ്റ് പോലെ എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണണം. രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം പിന്നീട് അത് ആവർത്തിക്കുന്ന രംഗത്തും രണ്ടിലും വരുന്ന മോഹൻലാലിൻ്റെ മുഖഭാവങ്ങളുണ്ട്, അതിൻ്റെ റെസ്പോൺസ് ഉണ്ട്. രംഗം എന്ന സിനിമയുണ്ട്. നായകനാണോ വില്ലനാണോ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് അവസ്ഥകൾ നേരിടേണ്ടി വരുന്ന ഒരു കലാകാരൻ്റെ വേഷം. പുതിയ സിനിമകൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബാലേട്ടൻ, ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ കുട്ടികൾ പറയും ക്രിഞ്ചാണെന്ന് പറയും. അത് ക്രിഞ്ചല്ല, ഇപ്പോൾ ക്രിഞ്ചായെന്ന് തോന്നുന്നൊരു പ്രമേയമാണത്. അപ്പോൾ പോലും അതിലെ വേരിയൻസ് എത്ര രസമായിട്ടാണ് മോഹൻലാൽ ചെയ്യുന്നത് നോക്കണം. ഒരു മലയാള സിനിമയിലെ ഏറ്റവും മൂല്യമേറിയ നടനായിട്ടല്ല മോഹൻലാൽ ഈ പതിറ്റാണ്ടുകളായി മലയാളികളുടെ പ്രിയപ്പെട്ട ആളായിട്ട് നിൽക്കുന്നത്. പകരം വയ്ക്കാൻ കഴിയാത്ത അഭിനയസിദ്ധി കൊണ്ടാണ്. അപ്പോൾ കോട്ടിട്ടപ്പോൾ ചെരിഞ്ഞു, കോട്ടിട്ടപ്പോൾ നടത്തത്തിന് വേഗം കുറഞ്ഞു, ആ തോക്കൊന്ന് വലത്തേക്ക് വേണ്ടി ഇടത്തേക്ക് വേണ്ടി പിടിച്ചപ്പോൾ സ്റ്റൈലായില്ല എന്നൊക്കെ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്നവർ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി മൊത്തമൊന്നും കാണണ്ട, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. പുതിയ പിള്ളേർക്കാണെങ്കിൽ അച്ഛനമ്മമാർ പറഞ്ഞിട്ടാണെങ്കിലും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ അടിക്കുമ്പോൾ അതിലാണെങ്കിലും കണ്ടാൽ മതി. ജനതാ ഗ്യാരേജിൽ ജൂനിയർ NTRൻ്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അത് വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റായ തലമുറയുടെയും എൻറ്റയർലി ഡിഫറെൻ്റായ ഒരു ഫിലിം കൾച്ചറുള്ള ആളുകൾ ഇപ്പുറത്ത് നിന്നൊരു സിനിമ ചെയ്യുന്നിട്ട് മോഹൻലാൽ അവിടെ പോയി അവാർഡ് വാങ്ങി വന്നത് എന്നാൽ പിന്നെ മോഹൻലാൽ വന്നല്ല പാവം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തല്ല. അപ്പോഴും കൊണ്ടുവരുന്ന ആ റേഞ്ച് കൊണ്ടാണ്. കമ്പനി സിനിമയിൽ അജയ് ദേവ്ഗനും വിവേക് ഒബ്റോയും വെക്കുമ്പോൾ പരിചയമില്ലാത്തൊരു ഭാഷയിൽ ശ്രീനിവാസനായി മോഹൻലാലിനെ അഭിനയിച്ച് തകർക്കാൻ കഴിഞ്ഞതും ഇന്നും കമ്പനി ബോളിവുഡ് ഓർക്കുന്നതും ആ പെർഫോമൻസ് കൊണ്ടാണ്. ഭരതം സിനിമ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച 25 അഭിനയ പ്രകടനങ്ങൾ ഒന്നായിട്ടാണ് ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ സിനിമയുടെ 100 വർഷങ്ങൾ ആഘോഷിക്കുന്ന വേളയിലായിരുന്നു അത്. ഭരതം മോഹൻലാൽ ഏറ്റവും നന്നായി ലിപ്സിങ് ചെയ്യുന്നതുകൊണ്ടല്ല ആ സിനിമയിലെ പ്രകടനം ഏറ്റവും നല്ല പ്രകടനമായത്. അതിൽ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന വിവിധങ്ങളായ മാനസിക സംഘർഷങ്ങളെ അതിഗംഭീരമായി അവതരിപ്പിച്ചതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞത്, മോഹൻലാലിനെ വിമർശിക്കാൻ പാടില്ല എന്നല്ല. ചില സിനിമകൾ, കോളേജ് കുമാരൻ, മോഹൻലാൽ എന്തിനാണ് ചെയ്തതെന്ന് മോഹൻലാലിന് തന്നെ അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇതുവരെ പിടിയിട്ടിട്ടില്ല. ബറോസ് എന്തിനായിരുന്നു അദ്ദേഹം ചെയ്തതെന്ന് സംശയം വരും. അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളും അതിഗംഭീരമാണെന്നല്ല, പക്ഷേ എല്ലാ സിനിമയിലും മോഹൻലാൽ ടച്ചുണ്ട്. മോഹൻലാലിന് പുതിയ പിള്ളേർക്കൊപ്പം ഇടിച്ചു നിൽക്കാനും പഴയ പിള്ളേരുടെ ഓർമ്മകളിൽ നിറപ്പകിട്ടോടെ നിൽക്കാനും കഴിയുന്നത് സ്വാഗ് ഉണ്ടെന്നുള്ള ഈ സില്ലി വർത്തമാനത്തിൻ്റെ പുറത്തല്ല, പണി അറിയുന്നുള്ളതുകൊണ്ടാണ്. ആ പണി എന്ന് പറയുന്നത് അഭിനയിക്കലാണ്. അത് മോഹൻലാലിന് പകരം വയ്ക്കാൻ പറ്റിയ താരമൂല്യവും അഭിനയസിദ്ധിയുമുള്ള മറ്റേത് സൂപ്പർ സ്റ്റാറാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്? അതുകൂടി ആലോചിച്ചിട്ട് വേണം സ്വാഗ് എന്നും പറഞ്ഞ് നടന്നിട്ട് മോഹൻലാലിനെ വിമർശിക്കാൻ. മോഹൻലാൽ 64 വയസ്സ്, പതിറ്റാണ്ടുകളായി അഭിനയരംഗത്തുണ്ട്, പരീക്ഷിക്കാത്ത റോളുകളില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ റോളും, രാജാവിൻ്റെ മകനിലെ അധോലോക നായകനും 20-ാം നൂറ്റാണ്ടിലെ അധോലോക നായകനും വർഷങ്ങൾക്കിപ്പുറം ഖുറേഷ്യ എന്ന് പറയുന്ന അധോലോക നായകനും, എല്ലാത്തിലും അതായത് കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ നടനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആവർത്തിക്കുന്നു, മോഹൻലാലിന് പകരം വയ്ക്കാൻ മോഹൻലാൽ തന്നെയുള്ളൂ. ആ സ്വാഗ്, അതാണ് സ്വാഗ്. അതിൻ്റെ പേര് ലാലിസമെന്നും.